ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. പാഠഭാഗം എല്ലാവരും വായിച്ചോ അല്ലേ? നമ്മളെ പാഠത്തിന്റെ പേരെന്താണ്? രാജുവും അച്ഛനും അല്ലേ? രാജുവും അച്ഛനുമായ പാഠത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? സ്കൂട്ടർ ഓടണമെങ്കിൽ പെട്രോൾ വേണം. പെട്രോൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഇന്ധനമാണ് പെട്രോൾ എന്ന് ആർക്ക് മനസ്സിലായി? രാജുവിനെ മനസ്സിലായി. പിന്നെ രാജുവും അച്ഛനും കൂടി വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് പുറത്തുപോയി. സ്കൂട്ടറിലാണ് പോകുന്നത്. അങ്ങനെ വഴിയിൽ വെച്ചിട്ട് അവിടുത്തെ ഉത്സവമാണ്. വഴിയിൽ വെച്ചിട്ട് ഉത്സവമൊക്കെ കാണുന്നു. നെറ്റിപ്പട്ടം കെട്ടിയ ആനയെ കാണുന്നു, ബലൂൺ കാണുന്നു. ഒക്കെ കണ്ടപ്പോൾ അവൻ അച്ഛനോട് പറയാണ്, നമ്മൾ കടയിൽ പോയി വരുമ്പോൾ ബലൂൺ വാങ്ങിക്കണം, എനിക്ക് ബലൂൺ ഇഷ്ടമായി, നമുക്ക് പോയിട്ട് വരുമ്പോൾ വാങ്ങിക്കാട്ടാ എന്ന് ആര് പറയുന്നു? രാജു പറയുന്നു. ഇത്രയുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. തുടർന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കൂ. പേജ് നമ്പർ 27. ഓരോ വരിയും കൈ വെച്ച് ഓരോ വാക്കും നിങ്ങൾ വായിച്ചിരിക്കണം കേട്ടോ. കടയിൽ ചെന്ന അച്ഛൻ അടുക്കളയിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. ഉപ്പും മുളകും മഞ്ഞളും കണ്ട് രാജുവിന് കൗതുകമായി. എന്തിനാണ് അച്ഛൻ ഇതെല്ലാം വാങ്ങിച്ചത്? രാജുവിന് സംശയമായി. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് സ്വാദ് പകരുന്നതാണ് കറിയുപ്പ്. കടൽ വെള്ളം വറ്റിച്ചാണ് ഉപ്പുണ്ടാക്കുന്നത്. കറികൾക്ക് എരിവ് കിട്ടാൻ മുളക് ഉപയോഗിക്കുന്നു. ചെടികളിലാണ് മുളകുണ്ടാകുന്നത്. മുളക് പച്ചയായും ഉണക്കിയും ഉപയോഗിക്കുന്നു. അതേസമയം കറികൾക്ക് നിറം പകരുന്ന മഞ്ഞൾ മണ്ണിനടിയിലാണ് ഉണ്ടാകുന്നത്. മഞ്ഞളിന് ഔഷധ ഗുണവും ഉണ്ട്. അച്ഛൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാജുവിന് പച്ചക്കറികളെക്കുറിച്ച് അറിയാനും മോഹം തോന്നി. പച്ചക്കറികളെക്കുറിച്ച് രാജുവിന് അച്ഛൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കടയിൽ പോയപ്പോൾ കുറേ സാധനങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമുള്ള അടുക്കളയിൽ കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾ നോക്കിയിട്ടുണ്ടാകും. മുളകുണ്ട്, മല്ലിയുണ്ട്, മഞ്ഞളുണ്ട്, ഉപ്പുണ്ട്, പഞ്ചസാരയുണ്ട്, ചായപ്പൊടിയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എവിടെ ഉണ്ട്? അടുക്കളയിലുണ്ട്. അതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും. ഇല്ല അല്ലേ? അന്ന് എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അമ്മയുടെ അടുത്ത് ചോദിക്കുക, ഈ ചായപ്പൊടി എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പം അമ്മ പറയുന്നത് എവിടെ നിന്നാണ്? ചായയില പൊടിച്ചിട്ടാണ് ചായപ്പൊടി കിട്ടുന്നത്. നിങ്ങൾ ഈ ചായയില എവിടെയെങ്കിലും കണ്ടു? നിങ്ങൾ ടൂറിന് പോകുമ്പോൾ മൂന്നാറൊക്കെ തേയിലത്തോട്ടം കണ്ടിട്ടുണ്ടാവും അല്ലേ? അവിടെ നിന്ന് ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ആ തേയിലത്തോട്ടത്തിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും ഈ തേയിലയുടെ ഇലയാണ് ഉണക്കി പൊടിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചായക്ക് ഉപയോഗിക്കുന്ന ചായപ്പൊടി എന്ന് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ചായപ്പൊടി എന്ന് പറയുന്നത് തേയില, ചായയില, ചായയുടെ ഇല, തേയില എന്ന് പറയുന്നതാണ് ഇല. ആ തേയില ഉണക്കി പൊടിച്ച് കിട്ടുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നതായ ചായപ്പൊടി. അപ്പോൾ ചായപ്പൊടി മനസ്സിലായി. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഏതാണ്? അടുക്കളയിലേക്ക് ആവശ്യമുള്ള ഏതൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത്? ഉപ്പ്, മുളക്, മഞ്ഞൾ. ഉപ്പ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ നമ്മൾ എല്ലാ കറികൾക്കും ടേസ്റ്റ് ഉള്ളത് ഏതാണ്? ഉപ്പാണ്. ഉപ്പില്ല എങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അയ്യൊന്നും നമ്മൾ ഉപ്പിട്ടില്ല, ഉപ്പ് കുറഞ്ഞു പോയോ? ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമാണ്, ഉപ്പ് കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ ഉപ്പ് എന്ന് പറഞ്ഞ സാധനം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭക്ഷണ സാധനങ്ങൾക്ക് സ്വാദ് നൽകുന്നതാണ് കറിയുപ്പ്. കടൽ വെള്ളം വറ്റിച്ചാണ് ഏതുണ്ടാക്കുന്നത്? ഉപ്പ് ഉണ്ടാക്കുന്നത്. കറികൾക്ക് എരിവ് കിട്ടാൻ മുളക് ഉപയോഗിക്കുന്നു. മുളക് എവിടെ നിന്നാണ് കിട്ടുന്നത്? മുളക് ചെടിയിൽ നിന്നാണ് മുളക് കിട്ടുന്നത്. മുളക് രണ്ട് രീതിയിലുണ്ട്. മുളക് ചെറിയ മുളകുകളുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ മുളകിന്റെ ചെടി ഉണ്ടാവും. അതിന് പച്ചമുളകായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഉണങ്ങിയ മുളക് ഉണക്കി ഉണങ്ങിയ മുളക് നമ്മൾ മുളക് പൊടിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. വറ്റൽ മുളക് വേറെയുണ്ട്. നമ്മൾ കറികളിലൊക്കെ പൊട്ടിച്ചിടുന്നത് വറ്റൽ മുളകാണ്. അപ്പൊ മുളക് എരിവ് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മുളകിൽ നിന്നാണ്. പിന്നെ സ്വാദ് ലഭിക്കുന്നത് ഏതാ? ഉപ്പിൽ നിന്നാണ്. ഈ കറികൾക്ക് നിറം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മുളക് പച്ചയായും ഉണങ്ങിയതായിട്ടും ഉപയോഗിക്കുന്നു. അതേസമയം കറികൾക്ക് നിറം പകരുന്നത് മഞ്ഞളാണ്. മഞ്ഞൾ എവിടെയാണ് ഉണ്ടാകുക? മണ്ണിന്റെ അടിയിലാണ് മഞ്ഞൾ ഉണ്ടാകുന്നത്. അത് ഉണക്കി പൊടിക്കുന്നതാണ് മഞ്ഞൾപ്പൊടി. അതേപോലെ മണ്ണിന്റെ അടിയിൽ വേറൊരു സാധനമുണ്ട്, സുഗന്ധം ലഭിക്കുന്ന നമ്മൾ കറികളിലൊക്കെ ഇടുന്നത് ഇഞ്ചി ഇല്ലേ? ഇഞ്ചിയും പച്ചമുളകൊക്കെ അല്ലേ നമ്മൾ കറി വയ്ക്കുമ്പോഴില്ലേ? ആ ഇഞ്ചിയും ഉണ്ടാകുന്നത് എവിടെ തന്നെയാണ്? മണ്ണിന്റെ അടിയിലാണ് ഇഞ്ചിയും ഉണ്ടാകുന്നത്. ഇഞ്ചിയും ഔഷധ ഗുണമുള്ളതാണ്, മഞ്ഞളും ഔഷധ ഗുണമുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും
മഞ്ഞൾ ഉപയോഗിക്കുന്നത് നമ്മൾ നിറത്തിന് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പറ്റാതിരിക്കാൻ കൂടിയാണ് നമ്മൾ വിഷാംശത്തെ ഇല്ലാതാക്കാൻ മഞ്ഞളിന് കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇങ്ങനെ പല പച്ചക്കറികളെ പറ്റിയും സാധനങ്ങളെ പറ്റിയും അച്ഛൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവന് വളരെ കൗതുകമായി. അച്ഛൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ രാജുവിന് പച്ചക്കറികളെ കുറിച്ച് അറിയാനും മോഹം തോന്നി. പച്ചക്കറികളെ കുറിച്ചും രാജുവിനെ അച്ഛൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അച്ഛനും മോനും കൂടി പച്ചക്കറികളെ പറ്റിയും പലചരക്ക് സാധനങ്ങളെ പറ്റിയും പലവ്യഞ്ജന സാധനങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ച് വീട്ടിലേക്ക് യാത്രയായി. അവിടെ പാഠം അവസാനിച്ചു. ഈ പാഠത്തിലെ നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കണം. ഇനി അടുത്തൊരു പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.